ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹിച്ച ആളല്ല. എന്ന് മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടിയോട് എനിക്ക് ഒരു പാർട്ടിയോട് പ്രത്യേക ബന്ധം ഉണ്ടായിരുന്നില്ല. ഞാൻ എൽ പി സ്കൂളിൽ പഠിച്ചത് സെൻറ്റ് ജോർജ് LPS വെയിൽകണാമ്പാറ, ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അകലുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അന്ന് 4ാം ക്ലാസ് വരെ അവിടെ പഠിച്ചത്. അത് കഴിഞ്ഞ് സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ അരുവിത്രയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് സെൻറ്റ് ജോർജ് കോളേജ്, പിന്നെ SS കോളേജ് തേവര. ഇങ്ങനെയാണ് എൻ്റെ വിദ്യാഭ്യാസം. ഞാൻ പഠിക്കാൻ മോശമായിരുന്നില്ല, വലിയ അതിവിദഗ്ധനാണെന്ന് പറയുന്നതിൽ മോശമായിരുന്നില്ല. വളരെ ചെറുപ്പത്തിൽ അതീവ സമ്പന്നമായ ജീവിതം നയിക്കാനുള്ള അവസരമാണ് ദൈവം തന്നത്. അപ്പൻ വളരെ നല്ല സാമ്പത്തിക നിലയായിരുന്നു. അതുപോലെ തന്നെ അപ്പൻ ഈ ടോഡി ഷോപ്പ് കോൺട്രാക്ടർ, ഈ റേഞ്ച് പണി കള്ള് ഷാപ്പ് കോൺട്രാക്ടർ എടുത്ത് നടന്ന ആളായിരുന്നു. അങ്ങനെ ആയിരുന്നു. അപ്പം എപ്പോഴും 8ഉം 10ഉം വണ്ടിയും ബഹളവും തൊഴിലാളികളും ഒക്കെയുള്ള സമയം, ആ സാഹചര്യമാണ്. അപ്പോൾ വളരെ സുഖലോലപരമായി ജീവിക്കാൻ കഴിഞ്ഞു എന്നാണ് ചെറുപ്പത്തിൻ്റെ ഒരു പ്രത്യേകത. പഠിക്കാൻ പോകുമ്പോൾ വെയിലമ്പാറ സ്കൂളിലോട്ട് പോകുമ്പം എൻ്റെ പുസ്തകം എടുക്കാൻ ഒരു പെൺകുട്ടി കൂടെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ചോരപ്പെടുത്തിയിരിക്കുകയായിരുന്നു. അതായത് പുസ്തകം പോലും ഞാൻ എടുക്കണ്ടാണ്. അങ്ങനെ വന്നതാണ്. പക്ഷെ ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസം ആയപ്പോഴേക്കും എനിക്ക് ഈ സുഖലോലപതിയൊന്നും വിശ്വാസമില്ലെന്നായി. എന്നുള്ള 9ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഭീമൻ ആനപ്രാന്തനായിരുന്നു ഞാൻ. ആന എന്ന് പറഞ്ഞാൽ വലിയ പ്രാന്തായിരുന്നു. നമ്മുടെ പാലാട്ട് കോമൻ, ആന വളർത്തിയ വാനമ്പാടി, ഇതിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഭീമൻ എന്ന് പറയുന്ന ആന നമ്മുടെ കുടുംബവക, അതായത് അച്ഛൻ കുഞ്ഞു വേരപ്പൻ്റെ ആനയായിരുന്നു. ആ ആന എൻ്റെ തറവാട്ട് ഇവിടെ അടുത്ത് നേരെ ഓപ്പോസിറ്റുള്ള തറവാട്ട് പുരയിടത്തിലാണ് ആനയെ സ്ഥിരമായിട്ട് നിർത്തിയിരുന്നത്. അപ്പോൾ തീറ്റയുണ്ടായിരുന്നു. അപ്പോൾ ആനപ്പുറത്ത് കയറി നടക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ എൻ്റെ ഹോബി. ഞാൻ ഇവിടെ നിന്ന് സ്കൂളിലേക്കൊക്കെ ആനപ്പുറത്ത് കയറി പോകുമായിരുന്നു. അങ്ങനെ ഒരു വലിയ തമാശ രൂപത്തിൽ ജീവിച്ചതാണ്. എൻ്റെ അപ്പൻ പ്ലാത്തോടത്തി ചാക്കോച്ചൻ എന്ന് പറയും. എൻ്റെ അമ്മ മറിയാമ്മ പുറപ്പന്താനം കൂട്ടിക്കലയാണ്. ഞങ്ങൾ 9 മക്കളാണ്. എനിക്ക് 5 പെങ്ങന്മാരും 4 ആണുങ്ങളാണ്. ഞാൻ വീട്ടിലെ ആണുങ്ങളിലെ 2ാമനാണ്. അങ്ങനെ ഒരുമാതിരി സന്തോഷമായി ജീവിച്ചു വന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ അത് കഴിഞ്ഞ് വളരെ സന്തോഷകരമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ് എറണാകുളത്ത് പഠിക്കാൻ വിട്ടെന്നെ. എന്നെ ഉന്നത പഠനത്തിന് വേണ്ടി അപ്പൻ നിർബന്ധിച്ച് എറണാകുളത്ത് പഠിക്കാൻ വിട്ടതാണ്. അവിടെ ചെന്ന് പിന്നെ ഈ ഗുണ്ടായുസം എല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് ഗുണ്ടായുസമായിരുന്നു എൻ്റെ ജോലി. കോളേജ് കൂടെ അടിച്ചു ചേർക്കുക, കോളേജ് അച്ഛന്മാരെ ചെയ്ത് വിളിക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ഹോബി. ഞാൻ പിന്നീട് പോയി ക്ഷേമം പറഞ്ഞത് വേറെ കാര്യം. അങ്ങനെ കടന്നങ്ങ് പോയി. തേവര പഠിക്കുന്ന കാലത്ത് ചെയ്യാവുന്ന ഉത്തരം മുഴുവൻ അച്ഛന്മാർ ചെയ്യുമായിരുന്നു. കോളേജിൽ ദിവസം സമരമായിരുന്നു ജോലി. നമ്മുടെ N. വേണുഗോപാൽ, നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷനിലെ വേണുഗോപാലൊക്കെ എൻ്റെ സെയിം ബാച്ച്, ഒരു ജസ്റ്റ് വൺസ് ഒരു കൊല്ലത്തെ സീനിയറായിട്ട് എറണാകുളത്ത് തേവരക്കുളെ പഠിച്ചു ഞങ്ങൾ ഒരുമിച്ച്. അങ്ങനെ വളരെ നല്ല സന്തോഷകരമായ ജീവിതമായിരുന്നു. ഞാൻ അവിടെ പോകാൻ കാരണം എൻ്റെ ഒരു ചിറ്റപ്പനുണ്ടായിരുന്നു അവിടെ, എക്കണോമിക്സ് പ്രൊഫസർ. അങ്ങനെ ആ ബന്ധം വെച്ചാണ് എറണാകുളത്ത് പോയി ചാടിയത്. പക്ഷേ അവിടെ വിദ്യാഭ്യാസത്തിന് പകരം ഈ വേറെ അഭ്യാസമായിരുന്നു നടത്തിയിരുന്നത് കൂടുതലും. അതാണ് കുഴപ്പം. ഒരു വഴക്കാളിയായിട്ടാണ് കണ്ടിരുന്നത്. ഇത് കുഴപ്പം എന്താ വെച്ചാൽ, ചെറുപ്പം മുതലേ വീട്ടിൽ അപ്പൻ്റെ മുന്നിൽ ഇങ്ങനെ തൊഴിലാളി പ്രശ്നം വരുന്നു, നാട്ടുകാരുടെ കേസ് വരുന്നു, ഇതെല്ലാം പോലീസിൽ വിളിച്ചു പറയുന്നു. അതിനെങ്കിലൊക്കെ അപ്പനെ അങ്ങനെ ഒരു പൊതുക്കാരി ഉണ്ടായിരുന്നു അപ്പന്. ഇത് കണ്ടാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോൾ അന്ന് അങ്ങനെയുള്ള പ്രത്യേകത വെച്ചാൽ വളരെ സന്തോഷമായ ജീവിതം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ല. അപ്പൻ ആവശ്യപ്പിച്ചും കാശി പിടിച്ച് വരും. ആ പണമുണ്ട്. ആ റോഡിലുള്ള ആളുകളെല്ലാം ചാക്കിട്ട് എല്ലാം നമ്മുടെ കൂട്ടത്തിലായി. അങ്ങനെ അങ്ങ് ജീവിക്കായിരുന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് 5 കൊല്ലത്ത് എറണാകുളത്ത് ഈ ചന്ത കളിച്ചാണ് സത്യം പറയണ്ടേ. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പോയി അവർ ട്യൂട്ടോറിലൊക്കെ ചേർന്നു. അവർ ട്യൂട്ടോറിൽ കഴി വെച്ച് പിരിഞ്ഞു. അങ്ങനെയൊക്കെ എൻ്റെ വിദ്യാഭ്യാസം ഇത്. പക്ഷേ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ചെന്നിടത്തുള്ള ആളുകൾ ഞാനിവിടെ നല്ല ബന്ധമായിരുന്നു. എനിക്കറിയത്തില്ല അങ്ങനെ ഒരു നല്ല ബന്ധവും സ്നേഹം പുലർത്താൻ കഴിഞ്ഞു. ഈ കേസുകളും വഴക്കുകളും തീർക്കും മധ്യസ്ഥത വഹിക്കുന്ന ഒരു ജോലി എനിക്ക് ആ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. ഞാനിവിടെ വരുമ്പോൾ ഉള്ള ആളുകൾ പരാതി കൊണ്ട് വന്ന് എതിരാളികളെ വിളിച്ചു വരുത്തി പറഞ്ഞു തീർക്കുന്ന ഇടപെടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കേരള കോൺഗ്രസ്സുകാരാണ് ഞങ്ങളെല്ലാവരും തന്നെ. അന്നാണ് മാണിയും ജോസഫും കൂടെ അടിച്ചു പിരിഞ്ഞു. അങ്ങനെ അടിച്ചു പിരിഞ്ഞപ്പോൾ ഞാൻ ക്യാമ്പിലുണ്ടായിരുന്നു. സത്യത്തിൽ
ചെറുക്കുന്ന് ക്യാമ്പിൽ. അവിടെ വെച്ച് എന്തിനാ അടിച്ചു പിരിഞ്ഞു വെച്ചാൽ എനിക്കറിയത്തില്ല, രണ്ടും തമ്മിൽ അടിച്ചു പിരിഞ്ഞതാണ്. അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ ഈ മാനിസത്തിനെതിരായിരുന്നു, എന്തോ അങ്ങനെയെന്ന് അന്നത്തെ എൻ്റെ മനസ്സ്. അതിന് എന്നെ പത്തനംതിട്ടയിലൊരു അന്നത്തെ ഒരു MLA ഗുണ്ടകളും ഡ്രൈവറും എല്ലാം കൂടെ എന്നെ കുച്ചാത്തിക്കെട്ട് ആക്രമിക്കാൻ വന്നു. അപ്പോൾ ആക്രമിച്ചത് കഷ്ടിച്ചാൽ രക്ഷപ്പെട്ടില്ല, അത് കൊല ചെയ്യപ്പെടുമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ വെച്ച് PJ ജോസഫ് പാർട്ടി പ്രഖ്യാപിച്ചു. അപ്പോൾ സ്വാഭാവിക ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയെ മാറി. അത് കഴിഞ്ഞ് PJ ജോസഫ് ഇവിടുന്ന് കാൽനട യാത്ര ആദ്യമായിട്ട് ഈരാറ്റുപേട്ട വഴി കാളുകെട്ടിൽ നിന്ന് കോട്ടയത്തേക്ക് വെച്ചു. ആ കാൽനട യാത്രയ്ക്ക് മുഴുവൻ സഹായം ചെയ്തു കൊടുത്ത് ഞാനും വാഴ ബേബിച്ചേട്ടൻ, PJയുടെ അമ്മാവനാണ്, ഞങ്ങളായിരുന്നു. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കേരള കോൺഗ്രസിൻ്റെ ഒരു സജീവ രാഷ്ട്രീയത്തിലേക്ക് വരികയായിരുന്നു. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് 77 ഇവിടെ ഇലക്ഷൻ നടക്കുമ്പം ഇവിടെ ശ്രീ VJ ജോസഫ് MLA ആയി. 14,705 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു. അപ്പോൾ 80-ആയപ്പോഴത്തേക്കിന് നിയമസഭ പിരിച്ചുവിട്ടു. അച്യുതാനന്ദൻ ഗവൺമെൻറ് പിരിച്ചുവിട്ടു. അത് അന്നത്തെ രാഷ്ട്രീയ നീക്കം അറിയാമല്ലോ. ആ രാഷ്ട്രീയ നീക്കത്തിൽ നിയമസഭ പിരിച്ചുവിടാനിടയായി. റീ എലക്ഷൻ 80. അപ്പോൾ VJ ജോസഫ് തന്നെ മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയിട്ട് ഇവിടെ വന്ന് 14,705 ഭൂരിപക്ഷങ്ങളാണ്, എതിർക്കാൻ ആളില്ല. അതുമാതിരി അന്നത്തെ മുന്നണി ഏതാണെന്ന് വെച്ചാൽ ഇന്നത്തെ ഇടതുപക്ഷ മുന്നണി പ്ലസ് ആർഡി ഗ്രൂപ്പ് പ്ലസ് മാണി ഗ്രൂപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു മുന്നണി മത്സരിക്കാൻ ആർക്കും പറ്റിയ സാഹചര്യമാണ്. അപ്പം ഞാനങ്ങനെ മത്സരിക്കാൻ അവർ ചിന്തിക്കുന്നുമില്ല. ഒരു ദിവസം പാതിരായിക്ക് PJ ജോസഫ് വീട്ടിൽ കയറി വന്നു. ബെല്ലടിച്ചപ്പോൾ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഒരു കൈ ഇങ്ങനെ നിന്നു. ഞാൻ ഇങ്ങനെ കൈ കിട്ടിക്കഴിയുമ്പോൾ നോക്കി ഒരു ഇച്ചിരി രൂപ തന്നു ചാടി പുള്ളി വെച്ച് കാറെ കയറി. ഓരേ നോമിനേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് പുള്ളി സ്ഥലം വിട്ട് കളഞ്ഞു. എന്നെ കളിപ്പിക്കുക ചെയ്തു പുള്ളി. പക്ഷേ പുള്ളി പറഞ്ഞപ്പോൾ ഞാനതിങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചു. ഒരു നമ്മുടെ നേതാവായിട്ടുള്ള വന്ന് പറയുന്നത് നിൽക്കണമെന്ന്, ആരും നിൽക്കാനില്ലാത്ത സാഹചര്യമെന്ന് എനിക്കറിയുകയും ചെയ്യാം. അത്രയും വലിയ മുന്നണിയുടെ യുദ്ധം ചെയ്യേണ്ടത്, ഏതായാലും യുദ്ധം ചെയ്തേക്കാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ അപ്പൻ ഏറ്റുവന്നു. രാത്രി തന്നെ അപ്പൻ PJ പോയി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. അപ്പൻ ഇത് കണ്ടു. അപ്പം രാവിലെ അവിടെ കയറി കിടക്കാൻ പറഞ്ഞ് കിടന്നു. രാവിലെ 5 മണി 5 കഴിഞ്ഞാണ് എന്നെ വിളിച്ചേപ്പിച്ചു. വീടിന് നടവാതിൽ എത്തിച്ചു. അവിടെ യേശുവിൻ്റെ രൂപമുണ്ട്. ആ രൂപത്തിൽ നിന്ന് തിരുഹൃദയത്തിൻ്റെ രൂപമാണ് അവിടെ നിന്നുകൊണ്ട് ഞാൻ പറയുന്ന പോലെ പറയാൻ പറയുന്നത്. അപ്പൻ ഞാൻ പൊതുപ്രവർത്തനത്തിലൂടെ ഒരു പൈസ പോലും ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരില്ലെന്ന്, അഴിമതി കാണിക്കില്ലെന്ന് സത്യം ചെയ്യുന്നു എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ സത്യം ചെയ്തു. അപ്പൻ 10,000 രൂപ എടുത്ത് തന്നു. നീ ഇലക്ഷൻ വർക്ക് കൊടുക്കണം, നീ മാറണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇലക്ഷൻ വർക്ക് തുടങ്ങി. അപ്പൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ തുടങ്ങി. ആ ഇലക്ഷന് 2,10,000 രൂപ ചിലവുണ്ട്. അപ്പം എന്നോട് ഒരു പൈസ പിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. മുഴുവൻ രൂപ അപ്പം തന്നതാണ്. ഞാൻ ആരോടും ഒരു പൈസ പോലും പിരിച്ചില്ല. അപ്പോൾ ചില സ്ഥലമൊക്കെ ചിലപ്പോൾ നോട്ടുമാരെ വരും, അത് ഊരി അവർക്ക് തന്നെ കൊടുത്തേക്കണമെന്നായിരുന്നു അപ്പൻ്റെ നിർദ്ദേശം. അതുപോലെ ചെയ്തു. അങ്ങനെ വോട്ട് പിടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സഹോദരങ്ങൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടുതലും കൂടി. ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സഹോദരങ്ങളാണ് സത്യത്തിൽ ഏറ്റവും വലിയ സ്നേഹം വയ്ക്കുന്നത്. അങ്ങനെ പോയി ഈ കടനാട് പഞ്ചായത്ത് ഒരു കാരണവശാലും മാണി ഗ്രൂപ്പല്ല ഒന്നുമില്ലാത്ത സ്ഥലത്ത് അവിടെയും വലിയ ഭൂരിപക്ഷത്തിൽ കിട്ടിയെന്നുള്ളത് അത് അത്ഭുതമാണ്. അവിടെ കറണ്ടും ഒന്നും ഇല്ല, അന്നത്തെ കാലത്ത് റോഡും ഇല്ലാതെ മുടിഞ്ഞു കിടക്കുക. അതല്ല ഇപ്പോൾ ഞാൻ നന്നാക്കിയെന്ന് മുഴുവൻ ടാർ ചെയ്തു. ഇപ്പോഴും ഒക്കെ മണിയാക്കം പാറ. ഈ മണിയാക്കം പാറ ഞാൻ ഓർക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഒരു ജോസഫ് എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അരുവിത്ര കൂടെ പഠിക്കുന്നു. ബാസ്കറ്റ് ബോൾ മത്സരം നടക്കുമ്പോൾ ഞാനും ജോസഫ് എൻ്റെ ഇരട്ടി പൊക്കമുള്ളവരാണ്. അവരെൻ്റെ കൈ കിട്ടിയടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒരു കൊച്ചു ഉച്ചാത്തിയുണ്ട് എടുത്ത് കുത്താൻ തുടങ്ങിയത്. അങ്ങനെ സാറന്മാരെല്ലാം വന്ന് പിടിച്ചു. അങ്ങനെ അവനെ സസ്പെൻഡ് ചെയ്തു. രസം എന്താണെന്ന് വെച്ചാൽ ജോസഫ് ഈ മണിയാക്കം പാറക്കാരനാണ്. ഞാൻ അവിടെ ലൈറ്റൊന്നുമില്ല, ഞാൻ ഇരിട്ടി 7th കയറിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പറ്റി ഈ VJ ജോസഫിൻ്റെ ആളുകൾ പ്രേരിപ്പിക്കാൻ ഞാൻ ഗുണ്ടാണെന്നും കൊള്ളക്കാരനാണെന്നും റൗഡിയാണെന്നൊക്കെയാണ്. ഞാൻ ആകെപ്പാടെ 52 കിലോ കൊണ്ട് കണ്ട ഒരു കൊച്ച് ഏകീക്ക് ആരോഗ്യം 52 കിലോ ഭാരമുള്ള എൻ്റെ മുഴുപ്പുണ്ട്. ഞാൻ വളഞ്ഞ് കയറി ചെന്ന് ചേട്ടത്തിമാരെല്ലാം വിളക്കും കൊണ്ട് വന്ന് ഈ ഗുണ്ടായെ കാണാൻ. വിളക്കാൻ ചേട്ടത്തിമാരുടെ എല്ലാം കയ്യിൽ. അയ്യോ ഈ കൊച്ചിനെ പറ്റിയാണ് ഗുണ്ടാന്ന് പറഞ്ഞത്. എനിക്ക് ചിരി വന്നു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അവിടെ ഒരു 10 മിനിറ്റ് സംസാരിച്ചു. അതിൻ്റെ അത്ഭുതം ഞാനവിടെ ചെല്ലുമ്പോൾ അതിനെ മിന്നൽ എനിക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ടെങ്കിൽ ജോസഫാണ്. ഞാനിവിടെ വഴക്കുണ്ടാക്കിയ ജോസഫ്. ആ ജോസഫായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സജീവ പ്രവർത്തകനായിട്ട് വന്നത്. ആ ജോസഫിൻ്റെ സഹായം ഭയങ്കരമായിരുന്നു. കടനാട് പഞ്ചായത്തിൽ പോലും ലീഡ് കിട്ടി. അത് കടനാട് പഞ്ചായത്ത് വേറെ പ്രത്യേകത, രാമപുരമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് കടനാട്. അവിടെ അപ്പച്ചൻ എന്ന് പറയും, രാമപുരം അപ്പച്ചൻ എന്ന് പറയുന്നത് ഫേമസ് നേതാവാണ് അന്നത്തെ മാണി ഗ്രൂപ്പിൻ്റെ. ആ അപ്പഞ്ചേട്ടൻ എന്നോട് വലിയ സ്നേഹമായിരുന്നു. അതുകൊണ്ട് അപ്പഞ്ചേട്ടൻ ഇങ്ങോട്ട് എന്നെ ഉദ്ധരിക്കാൻ വന്നില്ലെന്ന് മാത്രമല്ല, പുള്ളിയുടെ അടുത്ത ആളുകൾ മുഴുവൻ എൻ്റെ അനുയായികളായിട്ട് വർക്ക് ചെയ്യാൻ ഇറങ്ങി. അങ്ങനെയാണ് അവിടെ ലീഡ് കിട്ടിയത്.
അങ്ങനെ 1162 വോട്ടിന് ജയിച്ചു. അതാ രസം. അങ്ങനെ 14,705 എന്നെ തോപ്പിച്ച് ജയിച്ചു. അത് കഴിഞ്ഞ് 82 ഇലക്ഷൻ വന്ന് 10,000 വോട്ടിന് പുരുഷ ജയിച്ചു. 87 വന്നപ്പോൾ ഞാൻ തോറ്റു. അത് കഴിഞ്ഞ് 96 ഞാൻ എൻ ജോസഫിനാണ് തോറ്റത്. അത് കഴിഞ്ഞ് 96 എൻ ജോസഫിനെ 91 ജോയി എബ്രഹാം തോപ്പിച്ചു. ഞാൻ ജോയി എബ്രഹാം 10,000 വോട്ടിന് ഭൂരിപക്ഷം ജയിച്ചു എൻ ജോസഫിനേക്കായാലും. ആ ജോയി എബ്രഹാമും ഞാനുമായിട്ട് 96 മത്സരം വന്നു. ജോയി എബ്രഹാമത്തിന് 10,000 വോട്ടിന് ഞാൻ തോപ്പിച്ചു. അങ്ങനെ 96-ലും 2001-ലും 2006-ലും 2011-ലും 2016-ലും 2021 വരെ MLA ആയിട്ട് തുടങ്ങും. കാരണം 35 വർഷത്തിനടുത്ത് 33 വർഷം എന്ന് പറയാം MLA ആയിരുന്നു. ഞാൻ എൻ്റെ MLA പണി ഇത്ര പറഞ്ഞു, ഞാൻ ഒരു മനുഷ്യയെ പോലും ഉപദ്രവിച്ചിട്ടില്ല, ധൈര്യമായിട്ട് പറയാൻ കഴിയും. ആർക്കൊക്കെ എന്തൊക്കെ ഉപകാരം ചെയ്യുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ എതിർക്കുന്നവരോട് ഞാൻ വൈരാഗ്യം കാണിച്ചിട്ടില്ല. രാഷ്ട്രീയത്തിൽ നന്ദി വേണമെന്നൊരു ചിന്ത എനിക്കില്ല. കാരണം വെച്ചാൽ നന്ദി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നന്ദിയില്ലാത്തവരുടെ സമൂഹമാണ് നമ്മുടെ മലയാളി സമൂഹം. അതുകൊണ്ട് നന്ദിയില്ല എന്ന് പറഞ്ഞ് ആരെയും കുറ്റം പറയാൻ ഞാൻ പോകാറില്ല. കാരണം നന്ദിയില്ലാത്ത ഇടപാടാണ് കൂടുതൽ നടക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്ത ആളായിരിക്കും ഇലക്ഷൻ സമയത്തൊക്കെ നമുക്ക് ഏറ്റവും വലിയ എതിരാളിയായിട്ട് വരും. നമ്മൾ സന്തോഷത്തോട് കാണണം. അങ്ങനെ എനിക്ക് തറവാട് പഞ്ചായത്ത് ഒരു കുടുംബമുണ്ട്. ചിന്തിക്കാൻ പറ്റില്ല. അവരുടെ പേരിൽ അപ്പനും അമ്മയും ഇവിടെ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ അവരെ സഹായം ചെയ്ത് കൊടുത്താൽ വലിയ ഉപകാരം ചെയ്ത് കൊടുത്താൽ അമ്മരൊക്കെ നമുക്ക് ലക്ഷങ്ങളാണ് മുടക്കുന്നത് ഇപ്പോൾ കാശായപ്പോൾ നമുക്കെതിരായിട്ട്. പക്ഷേ ജനത്തിനറിയാം, ജനം എനിക്ക് വോട്ട് ചെയ്യും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണ ഞാൻ തോറ്റു എന്ന് പറയുമ്പം ഒരു രസമുണ്ടായി. എന്നെ ഏറ്റവും സഹായിച്ചിരുന്നത് മുസ്ലിം സമൂഹത്തിനിടയിൽ ഞാൻ മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞു പരത്തി. അത് ദൈവശിക്ഷ മേടിച്ചോളും, പേടിക്കണ്ട. അവരൊക്കെ കള്ളമനയിലെ ഇപ്പം ഈരാറ്റുള്ള ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു കാര്യമില്ല, 2 പേരാണ് എനിക്കെതിരായിട്ട് ഇറങ്ങിയത്. ഒന്ന് വലിയൊരു മൗലവിയാണ്. മൗലവി 3 പെൺകുട്ടികളെ നശിപ്പിച്ച കേസായിരുന്നു. അതാണ് ഹൈക്കോടതി ഒരു അടി വെച്ച് കൊടുത്തത്. അത് ന്യായമാണ്. ഇതിൽ ഒരു അനാഥ കൊച്ചിനെ ഊമപ്പെണ്ണിനെ ഗർഭിണിയാക്കി അവരെ അടി കൊടുക്കണ്ടേ. പിന്നെ ഇത് ഞാനൊന്നും ആരോടും പറഞ്ഞില്ല. കേസെടുപ്പിക്കാൻ എന്നാന്ന് വെച്ചാൽ ഈരാറ്റുപേട്ടയിൽ മൗലവി ഈയനം കേസ് പ്രതിയാണ്. ഈരാറ്റുപേട്ട എൻ്റെ നാട് മുഴുവൻ നാറും. അതുകൊണ്ട് മനപ്പുറം മിണ്ടാതിരുന്ന. അതുപോലെ ഒരുത്തന്നെ ഞാൻ ചീഫ് പോലെ എന്നെ സെക്രട്ടറി ആക്കി വെച്ചു. അവൻ കൊള്ളയടിക്കാൻ തുടങ്ങി. കൊള്ളയടിക്കുക സമ്മതിച്ചില്ല. അവനെ ഞാൻ പിരിച്ചു വിട്ടു. അതാണ് അവൻ്റെ വിരോധം. അങ്ങനെയുള്ള നുണപ്രചരണം മാത്രം മുഴുവനായിട്ട് നുണപ്രചരണം നടത്തി. ഞാൻ ഈരാറ്റുപേട്ടയിൽ എന്നെപ്പറ്റി എന്ത് പറഞ്ഞാൽ ഏക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നതാണ്. പക്ഷേ അവൻ വളരെ രഹസ്യമായി ഇത് അടിച്ചേൽപ്പിച്ചു. ആ അടിച്ചേൽപ്പിക്കലിലൂടെ ഞാൻ പരാജയപ്പെട്ടത് 27,000 മുസ്ലിം, 17,000 വോട്ട് ഈരാറ്റുപേട്ട, ബാക്കി എരുമേലി, മുണ്ടക്കയം, പാറത്തോട് ഉൾപ്പെടെയുള്ള പഞ്ചായത്തെല്ലാം കൂടെ 10,000-ഓളം മുസ്ലിം വോട്ടും ഉണ്ടായിരുന്നു. ഓരോ വോട്ട് പോലും എനിക്ക് തന്നില്ല. ഒരു 100-300 മുസ്ലിം വോട്ട് കിട്ടും, ബാക്കി മുഴുവൻ പോയി. അങ്ങനെ വന്നാണ് ഞാൻ 16,000, 27,000 വോട്ടിനൊക്കെ പലരും പറഞ്ഞു തെറ്റാണ്. 16,000 വോട്ടിനടുത്താണ് ഞാൻ തോറ്റത്. 27,000 വോട്ട് ഒരുമിച്ച് ഒരാൾ ചെയ്താൽ പിന്നെ എന്നെ ചെയ്യാൻ പറ്റുമോ സമുദായം.